നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം ഷഷ്ഠസ്കന്ധത്തിലെ 17-ാമത്തെ അധ്യായം. വൃത്രാസുരന് ജന്മം കിട്ടാനുള്ള കാരണം പാർവതിയുടെ ചിത്രകേതുവിനുള്ള ശാപാണ്. ചിത്രകേതുവാണ് വൃത്രനായിട്ട് വന്നത്. ആ കാര്യത്തെ പറയുന്ന ഒരു കഥയാണ്. ഭഗവാൻ അനന്തനായിട്ട് ചിത്രകേതുവിന് ദർശനം കൊടുത്ത് അനുഗ്രഹിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു. ഭഗവാൻ പോയ ദിക്ക് നോക്കിയിട്ട് നല്ലോണം ഒന്ന് നമസ്കരിച്ചു. പിന്നെ ഭഗവാന്റെ ആജ്ഞ അത് എല്ലാ ദിക്കിലും ഭഗവാന്റെ കഥകൾ പാടി നടക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ ഭഗവാൻ ഒരു വിമാനം കൊടുത്തു. ആ വിമാനം ശരീരബലം, ഇന്ദ്രിയബലം, മനോബലം ഇവയ്ക്ക് ഒരു ക്ഷയവും ഇല്ലാതെ കണ്ട് 1,00,000 വർഷം വിദ്യാധര സ്ത്രീകളുടെ ഒപ്പം, ഗന്ധർവന്മാരുടെ ഒപ്പം പാട്ടും കീർത്തനവും നാമജപവും ആയിട്ട് ഭഗവാന്റെ ലീലകളിങ്ങനെ എല്ലാവർക്കും കേൾപ്പിക്കാം. അങ്ങനെ ലോകം മുഴുവനെ സഞ്ചരിക്കുകയാണ്. ആ വിമാനത്തിന് എവിടെ വേണച്ചാൽ എപ്പോൾ വേണച്ചാൽ എത്താൻ സാധിക്കും. അങ്ങനെ ഭക്തന്മാർക്ക് കൂടുതൽ ഭക്തി ഉണ്ടാവാൻ, അഭക്തന്മാർക്ക് ഭക്തി ഉണ്ടാവാൻ, ഭഗവാന്റെ പ്രീതി എല്ലാവർക്കുമായിട്ട് കിട്ടാൻ, അങ്ങനെ അനന്തഭഗവാന്റെ ഈ കീർത്തനങ്ങളെ നിഷ്കാമ ഭക്തിയോട് കൂടിയിട്ട് നിരന്തരം അജസ്രം, അഹൈതുകി അവ്യവഹിത അജസ്രം എന്നാ പറയുക. അങ്ങനെ മഹായോഗിയായിട്ട് ഈ ചിത്രകേതു പാടി നടന്നു എന്നാ. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവസാനമായി ഇപ്പോൾ 1,00,000 വർഷം കഴിയാറായി. അപ്പോഴാണ് കൈലാസത്തിൻ്റെ മുകളിൽ കൂടെയാണ് അപ്പോൾ യാത്ര. അപ്പോൾ മഹാദേവൻ പാർവതിയെ മടിയിൽ വെച്ചിട്ട് ഏകത്വത്തിനെ, ബ്രഹ്മാവസ്ഥയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സനകാദി മഹർഷിമാർക്ക്. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഈ ദ്വിത്വത്തിലിരിക്കുക എന്നിട്ട് ഏകത്വം പറയുക, അത് മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് സനകാദി മഹർഷിമാരെ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. അങ്ങനെയുള്ളവരാണ് അത് മുഴുവൻ കേൾക്കണത്. നാരദം തൊട്ടുള്ളവരാണ് കേൾക്കണത്. അപ്പോൾ അവർക്കിത് രണ്ടും മനസ്സിലാവും. ഭഗവാൻ ഏകഭാവത്തിലാണ് ഇരിക്കുന്നത്, ദ്വിത്വം ഭഗവാൻ ഇല്ല. അപ്പോൾ ഭഗവാൻ ലോകഗുരുവാണ്, ധർമ്മത്തെ പറയുന്നു. ജടാധാരിയായിട്ട് തീവ്ര തപസ്യായിട്ട് വേദത്തെയാണ് പറയണത്. അപ്പോൾ ഈ ഏകത്വം അത് പറയുമ്പോൾ പാർവതി മടിയിൽ ഇരിക്കുന്നു, അത് സ്ത്രീ രൂപിണിയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ദ്വിത്വമല്ലേ. അപ്പോൾ അത് പ്രാകൃതർക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അത് മനസ്സിലാവില്ല. പക്ഷേ ഈ ഏകാന്ത പഥികന് മാത്രമേ അത് സാധിക്കുള്ളൂ. ബ്രഹ്മനിഷ്ഠയുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ശിവന് വിഷയമോഹമില്ല, വിഷയം ബാധിക്കൂല, മായ അതീതനാണ്. അതുകൊണ്ട് ഇത് മഹാദേവന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് പാർവതിക്ക് തോന്നിയത് അങ്ങനെയല്ല. ശിവനൊന്ന് ചിരിച്ചു. അതേപോലെ മുനികൾ, ശിവപാർഷദന്മാർ, ഇപ്പം ഭൂതഗണങ്ങൾ, അവരൊക്കെ ഉണ്ടവിടെ, അവരൊക്കെ ഒന്ന് ചിരിച്ചു. പക്ഷെ പാർവതിക്ക് അത് ഒട്ടുകൊണ്ട് സമ്മതമായില്ല. അതിലൊരു ഹാസമുണ്ടോ എന്ന് സംശയം തോന്നിയെന്നാ, കോപിച്ചു. ഇപ്പം ഞങ്ങളെപ്പോലെ ലജ്ജയില്ലാത്തവർ എന്താ കുറ്റം ചെയ്യണില്ല, അതാണ് ലജ്ജയില്ലാത്തത്. അല്ലാണ്ട് നമ്മളെപ്പോലെയല്ല, ഭൗതിക ലജ്ജയല്ല അത്. അവർക്ക് ലജ്ജ തോന്നേണ്ട കാര്യമില്ല. എന്താ കാരണം? അവർ ഭൗതികരല്ല, ദ്വിത്വം അവർക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവനാരാ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ? ബ്രഹ്മാവുണ്ട്, ഭൃഗുണ്ട്, നാരദ മഹർഷിയുണ്ട്, കപിലുണ്ട്, അവർക്കൊക്കെ അവരും കൂടി പറയാത്ത കാര്യം അപ്പം ഈ ചിത്രകേതു പറഞ്ഞതേ. അത് ശരിയല്ലല്ലോ. ഇവരെല്ലാവരും മംഗളസ്വരൂപിയായിട്ടുള്ള ശിവനെ ഗുരുവായിട്ട് കാണുമ്പോൾ ബഹുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശിവൻ ചെയ്തത് ശരിയോ എന്നുള്ളതാണ് ഇപ്പം ചോദിച്ചത്. അത് പണ്ഡിതന്മാരെ അവഗണിക്കുന്ന രീതിയിലല്ലേ ശിവനെ എങ്ങനെ ശാസിക്കാൻ പാടുമോ? ഇതൊരു അഹങ്കാരത്തിൻ്റെ ഭാവമല്ലേ. അതുകൊണ്ട്
വിഷ്ണു ഭക്തന്മാർ സാധാരണഗതിയിൽ അഹങ്കാരമില്ലാത്ത സാധു സജ്ജനങ്ങളാണ്. ഇത് വിഷ്ണു ഭക്തനല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് അബുധ, ബുദ്ധിയില്ലാത്തവനെ, നീ അസുരനാകൂ. എന്താ ചെയ്യുക, പാർവതി മനസ്സുകൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, ശപിച്ചു. ഇത് അസുരഭാവമായതുകൊണ്ട് അസുരനാവൂ എന്ന് പറഞ്ഞു. മാത്രമല്ല പാർവതി ചിത്രകേതുവിനെ ഇങ്ങനെയാണ് പറഞ്ഞപ്പോഴേക്കും ഇതൊരു മായയാണോ വെച്ചാൽ എന്തായാലും നല്ല ദയ തോന്നി. ലോകമാതാവാണ്, അപ്പോൾ കുട്ടികളെ ശിക്ഷിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കൈ കൊണ്ട് പിടിക്കും, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് അടിക്കും, എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ തലോടും. ഇങ്ങനെയൊക്കെയാണല്ലോ അമ്മയുടെ സ്വഭാവം. എന്ന കൂട്ടത്തിൽ ദുഃഖിച്ചു, ശിക്ഷ അധികമായില്ലോ, ഇനി എന്താ ചെയ്യുക? അപ്പോൾ വേഗം പറഞ്ഞു, മകനെ ചിത്രകേതു, ഇനി നീ മഹാത്മാക്കളെ നിന്ദിക്കരുത് കേട്ടോ. അത് തോന്നാതിരിക്കാൻ ചെറിയൊരു ശിക്ഷ തന്നതാണ് കേട്ടോ. വേഗം അസുരഭാവം തീർത്തിട്ട് മടങ്ങി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശാപം കിട്ടിയപ്പോൾ ചിത്രകേതു വേഗം വിമാനത്തിൽ നിന്ന് ഇറങ്ങി പാർവതി ദേവിയെ നമസ്കരിച്ചു. അമ്മേ, അവിടുത്തെ ഈ ശാപം ഞാൻ സ്വീകരിക്കുന്നു കേട്ടോ. ദേവശാപം പൂർവ്വജന്മ കർമ്മഫലമായിട്ടാണ് വരിക. ഇതിൽ അമ്മയ്ക്ക് തെറ്റൊന്നുമില്ല. ഞാൻ അറിവില്ലാതെ കണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഖദുഃഖത്തിന് കാരണമാവാം. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അമ്മയ്ക്കും അതേപോലെ എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ അറിവില്ലാത്തതുകൊണ്ടാണ് ഈ സുഖദുഃഖത്തിന് കാരണം മറ്റൊരാളാണ് എന്ന് ആരോപിക്കുന്നത്. ഞാനേതായാലും അത് ചെയ്യണില്ല. ഒഴുകുന്ന നദിയിലെ വെള്ളം മാറുന്നത് പോലും അറിയണില്ല. അങ്ങനെ ഇപ്പം നമ്മൾ പുറമെ മുകളിൽ കാണുമ്പോൾ ഒഴുക്കുണ്ടാവില്ല, അടിയിൽ ഇങ്ങനെ നല്ല കുത്തൊഴുക്കുണ്ടാവുകയും ചെയ്യും. ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ളൂ ഈ കാര്യം. ജീവനും മാറി മാറിയുടെ ശരീരം എടുക്കും. 100 കൊല്ലത്തിന് മുമ്പും ശേഷവും എന്തൊക്കെ ശരീരം നമ്മൾ ഇനി എടുക്കും, ഇതിന് മുന്നേ എടുത്തിട്ടുണ്ടാവും, നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഒരേ സ്ഥലത്ത് വസിച്ചിട്ടുണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഏതാ സ്വർഗം ഏതാ നരകം ആർക്കറിയാം? എന്താ സുഖം എന്താ ദുഃഖം, ആരാ ബന്ധു ശത്രു, ഒക്കെ ഭഗവാന്റെ മായയാണ്. അത് പ്രസാദമായിട്ട് സ്വീകരിക്കുക. ഭഗവാന് പ്രിയൻ അപ്രിയൻ ഇങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട്, എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കണോണ്ട്, ഒരു ഒട്ടലും ഇല്ലാത്തതുകൊണ്ട് ഭഗവാന് കോപം എന്നുള്ളതില്ല. അമ്മ ഭഗവതിയാണ്, അമ്മയ്ക്ക് കോപമില്ല. എനിക്കറിയാതെ ജനനോ മരണോ ഇതൊക്കെ നിശ്ചയിക്കുന്നത് ആരാ? ഭഗവാനല്ലേ. അപ്പം ഹിതമേ ഭഗവാൻ തരൂ. ദേവിയുടെ ശാപവും ഭഗവത് ഇച്ഛയാണ്. അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം വേണ്ട, ഞാൻ ആ ശാപത്തെ സ്വീകരിക്കണു. മഹാദേവൻ അങ്ങയുടെ ഭർത്താവ്, ആ മഹാദേവനെ പറ്റിയിട്ട്, ലോകഗുരുവാണ് അദ്ദേഹം, അതേപോലെ ജഗത്തിൻ്റെ ഈശ്വരനാണ്. ആ ഭഗവാനെ പറ്റി പറഞ്ഞത് അമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ലാച്ചാൽ അമ്മ എന്നോട് ക്ഷമിക്കണം, മാപ്പ് തരണം, ഇതൊരു അപേക്ഷയാണ്. ഇങ്ങനെ പറഞ്ഞ് ചിത്രകേതു ശിവപാർവതിമാരെ വീണ്ടും പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വിമാനത്തിൽ കയറി യാത്ര ചെയ്യും. അപ്പോൾ പാർവതിക്ക് അത്ഭുതം, ശാപമോക്ഷം അതും കൂടി വാങ്ങിയില്ലല്ലോ, അപ്പോൾ ഈ ശാപം ഫലിച്ചിട്ടില്ലേ എന്നാ ഈ സംശയം. അപ്പോൾ ശിവൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു, എന്നിട്ട് ചിരിച്ചു. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. ശിവൻ പാർവതിയോട് പറഞ്ഞു, ഭഗവാന്റെ ഭക്തന്മാരുടെ മാഹാത്മ്യം ഇതാണ് പാർവതി. ഒന്നിലും ആഗ്രഹമില്ല, ഒന്നിലും പേടിയില്ല, സ്വർഗമില്ല അവർക്ക്, നരകമില്ല അവർക്ക്, അതവർക്ക് വിഷയമല്ല. അവർ മുമുക്ഷുക്കളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, എല്ലാം തുല്യമായിട്ട് കാണും. ഈ ശരീരം തന്നു കഴിഞ്ഞാൽ തീരുമാനിക്കപ്പെട്ടു ഇന്ന കാര്യങ്ങളൊക്കെ വരും എന്ന്. സുഖമായിട്ടും ദുഃഖമായിട്ടും ഒക്കെ സംഭവിക്കും, മരണവും സംഭവിക്കും, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യണത് ഞാനാണെന്നുള്ള തോന്നൽ ഉണ്ടാവില്ല ഇങ്ങനത്തെ വിഷ്ണുഭക്തന്മാർക്ക്. ഞാനും ബ്രഹ്മാവും ഋഷികളും ഒക്കെ നാരായണ അംശമാണ്. വേറെ വേറെ സ്വഭാവങ്ങളെ കൊണ്ട് വ്യക്തിത്വം വേറെയായിട്ട് തോന്നണു എന്ന് മാത്രമേ ഉള്ളൂ. ചിത്രകേതു എല്ലാവർക്കും പ്രിയനാണ്. ഞാനും ഭഗവാന് പ്രിയനാണ്. ആരിലും ഭേദം കാണണ്ട. ചിത്രകേതുവിന് പാർവതിയെ ശപിക്കാം വേണമെങ്കിൽ, പക്ഷെ ചെയ്തില്ലല്ലോ. ശാപമോക്ഷം വേണച്ചാൽ വാങ്ങാം, അതൊട്ട് വാങ്ങിയതുമില്ല. അതാണ് സാധുലക്ഷണം, തിദിക്ഷ, ക്ഷമ. വേറെ ആർക്കുണ്ടാവുക ഭക്തന്മാർക്കല്ലാണ്ട്? വിശ്വരൂപൻ വധിക്കപ്പെട്ടിട്ട് ത്വഷ്ടാവ് അച്ഛൻ 12 സൂര്യന്മാരിൽ ഒരാളാ, ആദിത്യന്മാരിൽ ഒരാളാ. ഇന്ദ്രനോട്
പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആഭിചാരം ചെയ്ത സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് വൃത്രൻ വേഗം തന്നെ ചിത്രകേതു വേഗം തന്നെ വൃത്രനായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് അങ്ങോട്ട് ശരീരത്തെ സ്വീകരിച്ചു അസുരഭാവത്തിൽ. അതേപോലെ ജ്ഞാനം, 3 കാലം വൈരാഗ്യം, ഭക്തി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ത്രികാല ജ്ഞാനത്തോട് കൂടിയിട്ടാണ് വൃത്രൻ ജനിച്ചത്. അസുരനാണെന്നുണ്ട് അല്ലേ, ഭയങ്കര ശക്തനാണ്. പ്രാരബ്ധം വേഗം തീർക്കണം, അതിന് വേണ്ട പ്രവർത്തനങ്ങളാണ് ചിന്തിച്ചിട്ട് ചെയ്തത്. അതാണ് ദേവദ്രോഹമൊക്കെ ചെയ്യാനുള്ള കാരണം. യുദ്ധരംഗത്തും ഭക്തനാവാനുള്ള കാരണവും അതാണ്. ഇപ്പം ഈ കഥ വിഷ്ണു ഭക്തന്മാരുടെ മഹിമയാണ്. അത് കേട്ടാൽ തന്നെ മമത വിടും. പ്രഭാതത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പരമഗതിയാണ് ഫലം. ഇങ്ങനെ ശ്രീശുഖബ്രഹ്മർഷി ചിത്രകേതുവിൻ്റെയും വൃത്രൻ്റെയും പാർവതിയുടെ ശാപത്തിൻ്റെയും കഥയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. യഥാർത്ഥ വിഷ്ണു ഭക്തന്മാരെ ഇങ്ങനെയേ വരൂ എന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ 2 അധ്യായങ്ങളെ കൊണ്ട് വംശത്തെ പറയുകയാണ്. വംശം പറയുന്നതിനിടയ്ക്കാണ് ഈ മരുതുൽപ്പത്തിയും കൂടിയും പറയണത്. ഇപ്പോൾ ഇവിടെ അതിഥിയുടെ മറ്റ് മക്കളൊക്കെ ഇതേപോലെ പലരുമായിട്ടുണ്ട്. സവിതാവിൻ്റെ ഭാര്യ പ്രശ്നിക്ക് സാവിത്രി, വ്യാഹൃതി, ത്രയി, ഇങ്ങനെ 3. സവിതാവിൻ്റെ ഭാര്യ പ്രശ്നിയാണ്. പ്രശ്നിക്കാണ് സാവിത്രി, വ്യാഹൃതി, ത്രയി, ഇങ്ങനെ 3 പെൺകുട്ടികൾ. പിന്നെ യാഗാദി ദേവതയായിട്ടുള്ള 5 പുത്രന്മാർ. ഭഗന സിദ്ധിയിലെ 3 പുത്രന്മാർ. ധാതാവിന് 4 ഭാര്യമാരുണ്ട്, അതിൽ 4 പുത്രന്മാർ. വിധാതാവിന് ക്രിയയിൽ 5 പുത്രന്മാർ. വരുണന് ചർഷണിയിൽ ഭൃഗു വീണ്ടും ജനിച്ചു. വാൽമീകി വരുണൻ്റെ പുത്രനാണ്, പ്രചേതസ് പുത്രൻ. മിത്രാവരണന്മാരുടെ പുത്രന്മാരായിട്ട് ഉർവശിയിൽ അഗസ്ത്യനും വസിഷ്ഠനും കുംഭയോനികളായിട്ടുണ്ടായി. മിത്രന് 3 കുട്ടികൾ. ഇന്ദ്രന് പൗലോമിയിലെ 3 പുത്രന്മാർ. ജയന്തൻ, ഋഷഭൻ, ജയന്തി, മീഠുഷൻ 3 പുത്രന്മാരുണ്ട്. ജയന്തി പുത്രിയുണ്ട്. പിന്നെ ത്രിവിക്രമൻ്റെ ജയന്തൻ, ഉരുവിക്രമൻ, വാമനൻ. ഉരുക്രമനെ കീർത്തിയിൽ ബൃഹത് ശ്ലോകൻ, വാമനാവതാര സമയത്തിൽ അത് അഷ്ടമത്തിൽ പറയും. ബൃഹത് ശ്ലോകൻ എന്ന ഒരു ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയെ ഭഗവാൻ മനുവാക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, നാരദൻ. അതേപോലെ ദിതിയിലെ കശ്യപന് മക്കള് ദൈത്യന്മാർ, പ്രഹ്ലാദൻ, ബലി ഒക്കെ ഉണ്ടായി. 6 ദൈത്യന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ ജംഭൻ്റെ മകള് കയാധു. അതേപോലെ 4 പുത്രന്മാർ. ഹിരണ്യകശിപു അദ്ദേഹത്തിൻ്റെ ഭാര്യ കയാധു ജംഭൻ്റെ മകളാണ്, അങ്ങനെയാണ്. അതേപോലെ അതിൽ 4 പുത്രന്മാർ. ഹ്ലാദൻ, സംഹ്ലാദൻ, അനുഹ്ലാദൻ, പ്രഹ്ലാദൻ. ഒരു പുത്രി സിംഹിക. സിംഹികയുടെ ഭർത്താവ് വിപ്രജിത്തി. മകൻ സ്വർഭാനു. സ്വർഭാനുവാണ് ഈ രാഹുവും കേതുവായിട്ട് മാറിയത്. ആ പാലാഴി മഥന കഥയിൽ ഒടുക്കം അമൃത് കഴിച്ചപ്പോൾ സംഭവിച്ചതാണ്. ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് തല വേറെയായി, ഉടല് കഷ്ണങ്ങളായി. ഖേടപദവി കിട്ടുകയും ചെയ്തു. സംഹ്ലാദപുത്രനാണ് പഞ്ചജനൻ, ഭഗവാന്റെ പാഞ്ചജന്യം. ഈ സംഹ്ലാദൻ ഹിരണ്യകശുവിൻ്റെ പേരക്കുട്ടനാണ് ഈ പഞ്ചജനൻ. അതാണ് ശംഖായിട്ട് മാറിയതെന്ന് അർത്ഥം, പാഞ്ചജന്യമായിട്ട് മാറിയത്. ഹ്ലാദന് വാതാപി, ഇല്ലുല് എന്ന് 2 കുട്ടികൾ. വാതാപിയാണ് ഈ അഗസ്ത്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചത്. പക്ഷേ വാതാപിയെ, ഇല്ലുലിനെ 2 പേരെയും അത് ഈ അഗസ്ത്യൻ്റെ കഴിവുകൊണ്ട് 2 പേരും ഇല്ലാണ്ടേ. വാതാപി ഇല്ലുലിനെ ആടാക്കിയിട്ട് കൊന്ന് മാംസം വെച്ച് അഗസ്ത്യ മഹർഷിക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അഗസ്ത്യൻ അത് ദഹിപ്പിച്ചു. ജഠരാഗ്നിയാണ് ഈ അഗസ്ത്യ മഹർഷി. ഇപ്പോൾ സാധാരണ എങ്ങനെയാണ് പതിവ് വെച്ചാൽ, വാതാപി ഇല്ലുല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇല്ലുലൻ ജീവിച്ച് വരും. ആ ആളെ കൊന്നിട്ടാണ് വരിക. ഇത് ഒരു മാർഗമില്ല. അപ്പോൾ ഇല്ലുലൻ വാതാപിയാണ് അങ്ങനെ ആടാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇല്ലുലൻ വാതാപി ദഹിച്ചത് കണ്ടപ്പോൾ ശുണ്ഠി വന്നു. ഇല്ലുലൻ അഗസ്ത്യന് നേരെ ചെന്നു. അപ്പോൾ അഗസ്ത്യൻ ഒരു ഹുങ്കാരം കൊണ്ട് ആ ഇല്ലുലനെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇല്ലുലനും വാതാപിയും ഹ്ലാദിൻ്റെ മക്കളെ മരിച്ചുപോയി. പിന്നെ അനുഹ്ലാദിന് മഹിഷൻ, ബാഷ്കൾ, ലക്ഷ്മി വധിച്ച മഹിഷൻ,
അനുഹ്ലാദൻ്റെയും പുത്രനാണ്. അതിനുശേഷം പ്രഹ്ലാദന് വിരോചനൻ, വിരോചനൻ്റെ മകൻ ബലി, ബലിയുടെ മകൻ ബാണൻ. ബാണന് ഒരു പുത്രിയാണ് ഉഷയുള്ളത്. ആ ഉഷയുടെ പുത്രൻ അത് യാദവനായിട്ടുള്ള അനിരുദ്ധൻ്റെ പുത്രനാണ്. അനിരുദ്ധന് ഉഷയിലാണ് വജ്രണമൊക്കെ ഉണ്ടായിരുന്നത്. വജ്രനാണ് പിന്നെ കുലം രക്ഷിച്ചു നോക്കാം. വലിയൊരു കഥയാണത്. ബാണയുദ്ധം നമ്മൾ ദശമത്തിൽ 62, 63 അധ്യായങ്ങളിലൊക്കെ പറയും. 63, 64, 62, 63 ഒക്കെയാണ്. ഏതായാലും ബാണൻ ശിവഭക്തൻ, ശിവപാർഷദനായി. ദിതിക്ക് മരുത്തുക്കൾ 49 പുത്രന്മാരുണ്ടായി. എന്നിട്ട് അവർ അതിഥിയുടെ മക്കളുടെ കൂടെ പോയി ദേവന്മാരായിട്ട് മാറി. ഇപ്പം മരുത്തുക്കൾക്ക് ഇങ്ങനെ പുണ്യം കിട്ടാനുള്ള കാരണം എന്താ എന്നായി. ദേവന്മാർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ദിതിയുടെ വയറ്റിൽ പ്രസവിക്കാൻ വെച്ചാൽ അങ്ങനെ വേണ്ടി വരാറില്ല. ഗർഭകാലം ദിതിയുടെ വയറ്റിൽ അങ്ങനെ വേണ്ടി വരാറില്ല. എന്തായാലും അത് അങ്ങനെ സംഭവിച്ചു പോയി. അപ്പോൾ ആ കഥ പറയണേന്ന് പറയുകയാണ്. ശ്രീശുഖൻ പറഞ്ഞു, ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപുവിൻ്റെയും വധം ഇന്ദ്രന് വേണ്ടിയിട്ട് വിഷ്ണു ചെയ്തു. അതുകൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂത്രം പ്രയോഗിച്ചതാണ് ദിതി. ഇന്ദ്രനെ വധിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങണം. ശരീരാഭിമാനം കൊണ്ട് പരദ്രോഹം ചെയ്ത ഇന്ദ്രൻ്റെ ഈ ഗർവ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പുത്രൻ വേണം. ഇത് ദിതി നന്നായിട്ട് സ്മരിച്ചുകൊണ്ട് കശ്യപനെ സമീപിച്ചു. അപ്പോൾ കശ്യപൻ പറഞ്ഞു, എന്താ ദിതി നന്നായിട്ടൊന്ന് ശുശ്രൂഷിച്ചു. എന്തിനാ ദിതി ഇങ്ങനെ ശുശ്രൂഷിക്കണ, വല്ല കാര്യമുണ്ടോ ചോദിച്ചു. കാര്യം സാധിക്കാണ്ട് വെച്ചാൽ സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. സ്ത്രീയുടെ സാമർഥ്യം കൊണ്ട് പുരുഷൻ വഴിപ്പെടും, അങ്ങനെയാണ്. അപ്പോൾ ഈ സ്ത്രീയെ ബ്രഹ്മാവ് സൃഷ്ടിച്ചുള്ള ഒരു വശീകരണ ശക്തിയില്ല. ആ ശക്തി കൊണ്ട് എന്ത് ചോദിച്ചാലും കൊടുക്കണം എന്നതാണ് നിയമം. അപ്പോൾ അത് ഞാൻ സാധിപ്പിച്ചു തരാം, എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ദിതി പറഞ്ഞു, സ്ത്രീകൾക്ക് ഭർത്താവാണ് ഭഗവാൻ. ആ ഭർത്തൃസേവ ഈ ഭഗവത് സേവയായിട്ടാണ് വരിക. ഭർത്താവ് ഭഗവാന് തുല്യനായതുകൊണ്ട് ഭർത്താവിനെ സേവിച്ചാൽ മതി. അപ്പോൾ ഞാൻ അപ്പോൾ അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ദേവന്മാരും അതേപോലെ ആയുധങ്ങൾ ഒക്കെ ഭഗവാനാണ്. അങ്ങ് പുത്രരെ ജനിപ്പിച്ചതായിട്ടുള്ള ഈ ഹിരണ്യകശിപു ഹിരണ്യാക്ഷൻ ഉണ്ടല്ലോ, അവരെയൊക്കെ കൊന്നത് ഇന്ദ്രന് വേണ്ടിയിട്ട് ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ആ ഇന്ദ്രനെ കൊല്ലാൻ എനിക്കൊരു പുത്രനെ അങ്ങ് തരണം എന്ന് പറഞ്ഞു. അതൊക്കെ സത്യം ചെയ്യിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തതൊക്കെ. ഏതായാലും ഇത് കേട്ടപ്പോൾ കശ്യപന് വലിയ ദുഃഖമായി. ഇപ്പം വരം കൊടുക്കാന്നാ പറഞ്ഞതേ. ഇനിയിപ്പോൾ എങ്ങനെയാ കൊടുക്കുക? ഇന്ദ്രന് മരണമില്ലല്ലോ. ഭഗവാൻ എന്താ വിചാരിക്കുക? ഭഗവാൻ എന്തെങ്കിലും വഴി കാണാതിരിക്കണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഭഗവാനെ നല്ലോണം സ്മരിച്ചു. ഞാൻ ഈ ഇന്ദ്രിയ ജയം നേടാത്തത് കൊണ്ട് ഈ കുടുക്കിൽ പെട്ടുപോയി എന്ന് സ്വയം വിമർശിച്ചു കശ്യപൻ. സ്ത്രീക്ക് നല്ല മുഖം, നല്ല വാക്ക്, ഒരു വീണ്ടു വിചാരമില്ല. മനസ്സ് കരിങ്കല്ലാണ്. സ്വാർത്ഥം നേടാൻ വേണ്ടിയിട്ട് പലതും ചെയ്യും. ആരും പ്രിയനില്ല, ബന്ധുക്കളെ കൊല്ലും. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുത്തൂടാ. ഇങ്ങനെ ചിന്തിച്ചു. ഒന്ന് കോപിച്ചു. പറഞ്ഞു, ദിതി നീ ഒരു കൊല്ലം വ്രതം നോൽക്കണം. ചുണ്ടെടുത്തിട്ടാണ് പറഞ്ഞു വെച്ചാലും അവിടെ ഒരു മനസ്സൊന്ന് ശാന്താവട്ടെ എന്നൊരു ധാരണയോട് കൂടിയിട്ടാണ് അങ്ങനെ പറഞ്ഞതേ. വ്രതഭംഗം വന്നു കഴിഞ്ഞാൽ നിനക്ക് വലിയ ദോഷവും. അതല്ലെങ്കിൽ ഇന്ദ്രനെ കൊല്ലാനുള്ള ഉണ്ണിയെ കിട്ടും. വ്രതഭംഗം വന്നാൽ ഇന്ദ്രന് അനുകൂലികളായിട്ട് മാറും. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ദിതി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അങ്ങ് പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തോളാം. ശരി. അപ്പോൾ ഹിംസയരുത്, ശപിക്കരുത്, നുണ പറയരുത്, നഖരോമങ്ങൾ മുറിക്കരുത്, മലിനങ്ങൾ തൊടരുത്, മുങ്ങിക്കുളിക്കരുത്, കോപിക്കരുത്, ദുസ്സംഗം പാടില്ല, എച്ചിൽ കഴിക്കാൻ പാടില്ല, മാംസം പാടില്ല, അശുദ്ധ സ്ത്രീ കണ്ടത് പോലും കഴിക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് മുടി അഴിച്ചിടരുത്, മൗനം ദീക്ഷിക്കണം, ദേഹം അലങ്കരിക്കണം, ദേഹം മറക്കണം, പുറത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കണം, വടക്കോട്ടോ പടിഞ്ഞാട്ടോ തലവെച്ച് ഉറങ്ങരുത്, നഗ്നയായിട്ട് ഉറങ്ങരുത്, പകലുറങ്ങരുത്, ശുദ്ധയായിട്ടിരിക്കണം, പ്രസാദം സ്വീകരിക്കണം, ഉച്ഛിഷ്ടം നിർമാല്യം ബ്രാഹ്മണൻ്റെയും ഭഗവാന്റെയും സ്വീകരിക്കണം, തീർത്ഥം നൈവേദ്യങ്ങൾ മാത്രമേ കഴിക്കാവൂ, ബ്രാഹ്മണ വിഷ്ണു പശു പൂജ ഒക്കെ ചെയ്യണം, ആഹാരത്തിന് മുമ്പേ ഇവരുടെ പ്രീതി സമ്പാദിച്ചിട്ട് വേണം, അതേപോലെ ഗർഭത്തിൽ പതിയാണ് എന്ന് കരുതണം. ഇങ്ങനെ പുംസവനത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള നിയമങ്ങളെ ഇത് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഫലം അതീവ പുണ്യം. അതുകൊണ്ട് ചെയ്യാൻ സമ്മതിച്ചു. സമ്മതാണോ ചോദിച്ചു. സമ്മതാണെന്ന് പറഞ്ഞു. അപ്പോൾ ദിതി കശ്യപനെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് അത്
ചെയ്തു. അപ്പോൾ കശ്യപൻ ദിതിക്ക് വേണ്ടിയിട്ട് ഗർഭാധാനം നടത്തി. അപ്പോൾ അതിഥി പറഞ്ഞിട്ട് ഇന്ദ്രൻ ഈ ബ്രഹ്മചാരി വേഷത്തിൽ ദിതിക്ക് അടുത്തെത്തി. കാരണം ഇപ്പോൾ ദിതി ഗർഭിണിയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒബിനിച്ചുണ്ണിയുടെ വേഷത്തിലാണ് വന്നത്. പുല്ല്, ചമത, പൂവ്, പഴം ഇതൊക്കെ വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ടോ ഈ വ്രതഭംഗം എങ്ങനെയാ വരുത്താൻ പറ്റുക, ഇത് മാത്രമായി ചിന്ത. അങ്ങനെയാണ് ഈ ഒബിനിച്ചുണ്ണി ഇന്ദ്രൻ ദിതിയെ ശുശ്രൂഷിച്ചത്. അങ്ങനെ പിന്നാലെ കൂടി വ്രതത്തിൻ്റെ ക്ഷീണം കാരണം ഇടയ്ക്കൊക്കെ അബദ്ധം പറ്റുമോ എന്ന് സംശയിക്കും. പക്ഷേ ദിതിക്ക് അബദ്ധം പറ്റാറില്ല. അങ്ങനെ ഒരു ദിവസം കഴിയാറായിരുന്നു കേട്ടോ, ഗർഭം ഇങ്ങനെ പൂർത്തിയായിരുന്നു. 9.5 വയസ്സൊക്കെ, 9.5 ആ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ഗർഭക്ഷീണം നല്ലോണ്ട്, ആലസ്യം നല്ലോണ്ട്, നിറവയറല്ലേ, അങ്ങനെ നല്ല ക്ഷീണം. അപ്പോൾ സന്ധ്യയ്ക്ക് കാലും മുഖം കഴുകാതെ കണ്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്നു, ഒന്ന് കിടന്നു. അപ്പോൾ അമ്മേ എന്താ ക്ഷീണമുണ്ടോ, ഞാൻ എന്താ തലോടി തരാട്ടോ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം കയ്യും കാലൊക്കെ ഒന്ന് തലോടി കൊടുത്തു. അതോട് കൂടിയിട്ട് ഉണ്ണി ഉറങ്ങി. ദിതി സന്ധ്യയ്ക്കാണ് ഉറങ്ങിയത്. എന്താ ചെയ്യുക, ഒരു മാർഗമില്ല. അപ്പോൾ ആ സമയത്ത് ദിതി ഇന്ദ്രൻ കാല് തലോടി ഉറക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രാരബ്ധവശാലാണ് അങ്ങനെ സംഭവിച്ചത്. ഇന്ദ്രൻ ഈ സമയത്ത് നല്ലോണം ഉറങ്ങി എന്ന് മനസ്സിലായപ്പോഴേ അകത്തേക്ക് കയറി, അകത്തേക്ക് കയറി ആ സ്വർണ്ണ നിറമുള്ള ഉണ്ണിയെ നല്ല കരുണയൊക്കെ തോന്നി. പക്ഷെ തൻ്റെ ശത്രുവാണേ. അപ്പം അതുകൊണ്ട് വജ്രം എടുത്തു, 7 കഷ്ണമായിട്ട് ആ ശിശുവിനെ 7 കഷ്ണമാക്കി മാറ്റി. അപ്പോൾ അവരിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ 7 കഷ്ണത്തിനെ വീണ്ടും 7 ആക്കി മാറ്റിയെന്നാ 49 കഷ്ണമായി. അപ്പോൾ ഇന്ദ്ര, ഞങ്ങളെ വധിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ അങ്ങയുടെ സഹോദരനാണ്, ഏട്ടാ ഞങ്ങളെ കൊല്ലണ്ട എന്ന് പറഞ്ഞു. അതെന്താ അത്, ഞങ്ങൾ മരുത്തുക്കളാണ്, ദേവന്മാരാണ്, വായുക്കളാണ്, പ്രാണങ്ങളാണ്, അതുകൊണ്ട് അങ്ങയെ സഹായിക്കേണ്ടവരാണ്, ഇവിടെ ജനിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളാണെന്ന് വെച്ചാൽ നമുക്കെന്നാ പോവുക എന്ന് പറഞ്ഞു. അവർ പിന്നെ വധിച്ചില്ല. അവിടുന്ന് 50 പേരും കൂടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രസവം കഴിഞ്ഞല്ലോ, ക്ഷീണം മാറി, ദിതി ഉണർന്നു. നോക്കിയപ്പോൾ 50 പേര്, കുഞ്ഞു കുട്ടികൾ. അതിൽ ഒരാൾക്ക് മാത്രം ഇത്തിരി വ്യത്യാസം. സൂക്ഷിച്ച് നോക്കി, നീ ആരാ, സത്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞുകൊണ്ട് വിരോധം തോന്നിയില്ല. അതല്ലെങ്കിൽ സ്വതേ അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ, ഈ ദിതി അങ്ങനെയാണ്. അപ്പോൾ എന്നെ കൊല്ലാൻ അമ്മ മകനെ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇന്ദ്രൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ ചെറിയ വന്നതേ. ഏതായാലും അമ്മയുടെ വ്രതം തെറ്റി, അമ്മ ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഭഗവാനെ ആരാധിച്ച ഫലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദീദിക്കും അതൊക്കെ കേട്ടപ്പോൾ കുറച്ചൊരു ആശ്ചര്യമായി. എങ്ങനെയായാലും കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടും കുഞ്ഞ് മരിച്ചില്ലല്ലോ. അത് കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതിൻ്റെ തെറ്റ് അമ്മ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ഒന്നും ആഗ്രഹിക്കാതെ കണ്ടാണ് ദീദി ഭജിച്ചത് വെച്ചാൽ കുഴപ്പമുണ്ടാകുന്നില്ല. അതിപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ലേശം പിഴവല്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മേ, എനിക്കിപ്പോൾ അമ്മയുടെ കുട്ടികളെ കൊല്ലണം തൊട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. ഇപ്പോൾ അവരാരും മരിച്ചിട്ടുമില്ലല്ലോ. വ്രതത്തിൻ്റെ ഗുണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ദിദിക്കും ഈ ഇന്ദ്രനോട് ദേഷ്യമൊന്നും തോന്നിയില്ല. ഒരു കാര്യം ചെയ്തോളൂ ഇന്ദ്ര, അനുജന്മാരെയൊക്കെ കൊണ്ടുപോയിക്കോളൂ, ഇനി എനിക്കെന്തായാലും അവർ വേണ്ട, നിൻ്റെ സഹോദരന്മാരായിട്ട് തന്നെ അവർ വളർന്നോട്ടെ. അങ്ങനെ അനുവാദം വാങ്ങിയിട്ട് 50 പേരും സ്വർഗത്തിലെത്തി. അങ്ങനെ മരുതുൽപ്പത്തി അതിഗംഭീരമായിട്ട് വിസ്തരിച്ചു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, നാഗൻ, കൃകലൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 10 പ്രാണങ്ങൾ അതിൽപ്പെട്ടതാ. അപ്പോൾ ഈ പരീക്ഷത്ത് പറഞ്ഞു, ഈ വ്രതത്തിന് പുംസവനം എന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ഒരു വിധി എന്തൊക്കെയാ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീശുഖബ്രഹ്മർഷി പറഞ്ഞു, ധനുമാസത്തിൽ വെളുത്ത പ്രഥമ തൊട്ടിട്ട് ഭജനം തുടങ്ങണം. 1 കൊല്ലം നീണ്ടു നിൽക്കുന്നതാണ്. ഭർത്താവിൻ്റെ അനുവാദം വാങ്ങണം. മരുതുൽപ്പത്തി എല്ലാ ദിവസവും വായിച്ച് കേൾക്കണം, അല്ലെങ്കിൽ വായിക്കണം. ബ്രാഹ്മണരുടെ അനുവാദം വാങ്ങണം. അവർക്ക് ദാനം, ദക്ഷിണാദി കാര്യങ്ങളൊക്കെ കൊടുക്കണം. കുളിച്ച് പുതുവസ്ത്രം ധരിച്ച്
സ്വയം നന്നായിട്ട് അലങ്കരിച്ച് വിഷ്ണുവിനെ പൂജിക്കണം, ലക്ഷ്മിയെ പൂജിക്കണം, നമസ്കരിക്കണം. നിഷ്കിഞ്ചനായിട്ട് നിസ്പൃഹനായിട്ട് ആശയൊന്നും കൂടാതെ കണ്ട് ആഗ്രഹങ്ങളൊന്നും പാടില്ല. അങ്ങനെ ലക്ഷ്മീപതിയായിട്ടുള്ള വിഷ്ണുവിന് നമസ്കാരം. ഭഗവാനാണ്, മായാനാഥനാണ്, മഹാപുരുഷനാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് സ്മരിച്ചുകൊണ്ട് അങ്ങേക്ക് നമസ്കാരം എന്ന് പറയാം. അങ്ങനെ എല്ലാ ദിവസവും ഇത് 16 ഉപചാരം കൊണ്ട് പൂജയൊക്കെ ചെയ്യണം, ഹോമം ചെയ്യണം, അർച്ചന ചെയ്യണം, ജപിക്കണം. മഹാപുരുഷന്, മഹാവിഭൂതിപതിക്ക്, ഭഗവാന് നമസ്കാരം. ഇത് ഹോമമന്ത്രമായാലും ഈ സമർപ്പണ മന്ത്രമായാലും ഒക്കെ ഇത് തന്നെയാണ്. വരദാതാവായിട്ടുള്ള ഭഗവാനെ ഭക്തിയോട് കൂടിയിട്ട് മന്ത്രം ജപിച്ച് സർവ്വവ്യാപികളായിട്ടുള്ള നിങ്ങൾ പ്രപഞ്ച കാരണഭൂതരാണ്. അതുകൊണ്ട് യജ്ഞഭഗവാനായിട്ടുള്ള വിഷ്ണു, ഫലദാതാവായിട്ടുള്ള വിഷ്ണു, കാലസ്വരൂപിയായിട്ടുള്ള വിരാട് രൂപിയായിട്ടുള്ള വിഷ്ണു, എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്നതായിട്ടുള്ള വിഷ്ണു, അതേപോലെ കാരണഭൂതനായിട്ടുള്ള ഈ വിഷ്ണുവിൻ്റെ പത്നി ലക്ഷ്മി മായയാണ്. ജഗത്തിൻ്റെ നാഥൻ വിഷ്ണുവാണ്, അമ്മ അച്ഛൻ വിഷ്ണു, അമ്മ ലക്ഷ്മി. അതേപോലെ യജ്ഞം വിഷ്ണുവാണ്, ഇജ്ജ എന്ന് പറയും, അത് ലക്ഷ്മിയാണ്. ഫലം യജ്ഞമാണ്, ഫലം അത് വിഷ്ണുവാണ്, ക്രിയ ലക്ഷ്മിയാണ്. കാലം വിരാട്ട് വിഷ്ണു, ത്രിഗുണം അത് ലക്ഷ്മിയാണ്. ആശ്രയം വിഷ്ണുവാണ്, 24 തത്വങ്ങൾ ലക്ഷ്മിയാണ്. ഇങ്ങനെ 3 ലോകങ്ങളും നിങ്ങൾ രക്ഷിക്കുന്നു, അമ്മയും അച്ഛനും കൂടിയിട്ട്. എനിക്ക് എപ്പോഴും അനുഗ്രഹമായിട്ട് ഒപ്പം ഉണ്ടാവണേ. ഇങ്ങനെ നന്നായിട്ട് സ്തുതിക്കണം. നേദ്യങ്ങളൊക്കെ ധാരാളം കൊടുക്കണം, എല്ലാ നേദ്യങ്ങളും കൊടുക്കണം. നേദ്യം, പായസം, പഴം, വെറ്റിലാടയ്ക്ക, അങ്ങനല്ലേ എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുക. അപ്പോ മറ്റേ അടയോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ എന്താ വെച്ചാൽ നേദിക്കാൻ കൊടുക്കാം. പ്രസാദത്തെ അനുഭവിക്കണം. ഭർത്താവിനെയും പൂജിക്കണം. അതേപോലെ 2 പേരും ഒപ്പം ചെയ്യണം. ഒരാൾക്ക് മുടക്കം വന്നാൽ മറ്റാൾ ചെയ്താൽ മതി. മുടക്കരുത്, ഈ പൂജാദികളൊന്നും മുടക്കരുത്, വ്രതം മുടക്കരുത്. സുമംഗലികളെ പ്രത്യേകമായിട്ട് പൂജിക്കണം. ബ്രാഹ്മണരെ, അവിടെ ബ്രാഹ്മണനെയും ബ്രാഹ്മണ പത്നിയെയും ഒരേപോലെ ദാനം കൊണ്ട് സംപ്രീതരാക്കണം. പൂജ കഴിഞ്ഞിട്ട് ഉദ്വസിച്ചിട്ട് ആഹാരം കഴിക്കണം. ഇങ്ങനെ 12 മാസം 365 ദിവസം ചെയ്യണം. അപ്പോൾ വൃശ്ചികം 31 ഉപവാസം, ധനു 1 വ്രത ആരംഭം. ഇങ്ങനെ ശ്രീകൃഷ്ണ പൂജ നന്നായിട്ട് ചെയ്യണം, വിഷ്ണു പൂജ ചെയ്യണം. ബ്രാഹ്മണർക്ക് ഭർത്താവിന് കൊടുത്തിട്ട് ബാക്കി താൻ കഴിക്കണം. ബ്രാഹ്മണർക്കും കൊടുക്കണം, ഭർത്താവിനും കൊടുക്കണം, എന്നിട്ട് ബാക്കി കഴിക്കണം. ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ സത്സന്താനത്തെ തരും. മറ്റ് ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഈ സന്താനത്തെ മാത്രമല്ല കേട്ടോ, സകലവിധ ആഗ്രഹങ്ങളും സാധിക്കും. സൗഭാഗ്യം കിട്ടും, കീർത്തി കിട്ടും, യശസ്, അതേപോലെ വീടുണ്ടാവും, പിന്നെ കല്യാണം നടക്കും, പാപങ്ങളൊക്കെ നശിക്കും, ആയുസ് കിട്ടും. ഈ ബാലമരണം തൊട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മക്കളൊക്കെ നന്നായിട്ട് വളരും. നിർഭാഗ്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, അതൊന്നും സംഭവിക്കില്ല. പിന്നെ ധാരാളം ധനം കിട്ടും, സുന്ദരിയാവും, രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ശ്രാദ്ധയാഗ സമയത്തൊക്കെ പൂജാതി നടക്കണൊക്കെ സമയത്ത് ഈ പുംസവന വ്രതം വായിച്ചു കഴിഞ്ഞാൽ, അത് നോറ്റ് കഴിഞ്ഞാൽ വളരെയധികം ഫലമാണ്. അതിനൊരു പൂർത്തി കിട്ടും. അങ്ങനെയാണ് ദേവകൾ സന്തുഷ്ടരാവും. എല്ലാ ദേവീദേവന്മാരും ഈ മഹർഷികളും ബ്രാഹ്മണരും ഒക്കെ സന്തുഷ്ടരാവുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ നന്നായിട്ട് നടക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പുംസവനം എന്നുള്ള വ്രതത്തിൻ്റെ നിയമാവലി കൃത്യമായിട്ട് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ഷഷ്ഠസ്കന്ധം കഴിഞ്ഞു. ഇനി സപ്തമസ്കന്ധമാണ്. അതിൽ നമുക്ക് നരസിംഹാവതാര കഥയെ കേൾക്കാം. അത് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ 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 നാരായണ.